ജബ്ബാർകടവ് ഹരിത പാർക്കിന് സമീപം പാലത്തിൽ ആയിരക്കണക്കിന് അമ്പലം ചുറ്റിപ്പക്ഷികൾ കൂടൊരുക്കുന്നത് കൗതുകമാകുന്നു. ജബ്ബാർകടവ് പാലത്തിന് സമീപത്തെ ബീമുകൾക്കടിയിലാണ് കൂട് പ്രവൃത്തി പുരോഗമിക്കുന്നത്. പഴശ്ശി റിസർവോയറിൽ വെള്ളം നിറഞ്ഞതോടെ തോണിയിൽ കയറി വേണം കൂടിനടുത്തെത്താൻ. അമ്പലം ചുറ്റിയെന്നും ശരപക്ഷി തുടങ്ങി പ്രാദേശികമായി വിവിധ പേരുകളിലാണ് ഈ കുഞ്ഞൻ പക്ഷി അറിയപ്പെടുന്നത്. ചെറിയ ശബ്ദമുണ്ടാക്കി ഉയരത്തിൽ പറക്കുന്ന ഈ പക്ഷികളെ മഴപ്പുള്ള് എന്നും പ്രാദേശികമായി വിളിക്കാറുണ്ട്. ഉയരത്തിൽ പറക്കുമ്പോൾ മഴ വരുന്നതിൻ്റെ അടയാളമാണെന്നും താഴ്ന്നു പറക്കുമ്പോൾ മഴ വൈകുമെന്നും പഴമക്കാർ മഴപ്പുള്ളിനെക്കുറിച്ച് പറയാറുണ്ട്. സാധാരണയായി എല്ലായിടത്തും കാണാറുള്ള ഇവർ പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് കൂടുതലായും കൂടുകൂട്ടുന്നത്. അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കൂടുകൂട്ടുന്ന ഇവർ കൂട്ടമായാണ് താമസം. പാറക്കെട്ടുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയ്ക്കടിയിലായി ഇവ കൂടുകൂട്ടും. അന്തരീക്ഷത്തിലെ ചെറു പ്രാണികളെയാണ് ഇവ ഭക്ഷിക്കാറ്. ഭക്ഷണം തേടി ഇവ കൂടുതൽ സമയവും അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്നു. വൈകുന്നേരമാകുന്നതോടെ എല്ലാവരും തിരികെ കൂടുകളിലെത്തുമെങ്കിലും രാത്രികാലങ്ങളിലും ഇവ ഇര തേടും. പുറമേ നിന്ന് നോക്കിയാൽ കൂടുകൾക്ക് വാതിലുകൾ ഒന്നും കാണാൻ കഴിയില്ല. വായിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തരം സ്രവം കൊണ്ട് തൂവലും മറ്റ് നാരുകളും ചേർത്ത് ഒട്ടിച്ചാണ് കൂടുകൾ നിർമ്മിക്കാറ്. ഒരു സെറ്റിൽ കുറഞ്ഞത് 100ഓളം കൂടുകളാണ് ഉണ്ടാവുക. മഴയും വെയിലും ഏൽക്കാത്ത രീതിയിൽ വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് പല നിലകളിലായി നിരവധി കൂടുകൾ നിർമ്മിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ചിതൽപുറ്റ് എന്ന് തോന്നിക്കുന്ന വിധമാണ് കൂടുകൾ. അപ്പസ് എഫിനിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. കൂട്ടം ചേർന്ന് സഞ്ചരിക്കുന്ന പക്ഷികൾ കൂടിനുള്ളിലെ തൂവൽ മെത്തയിലാണ് മുട്ടകളിടുന്നത്. ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവയുടെ പ്രജനന കാലം. ആൺപെൺ പക്ഷികൾ ചേർന്നാണ് മുട്ട വിരിഞ്ഞ് വെളിയിൽ വരുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാറ്. മനുഷ്യർക്ക് ഭീഷണിയാവുന്ന അന്തരീക്ഷത്തിലെ ചെറു പ്രാണികളെയാണ് ഇവ ഭക്ഷിക്കുന്നത്. അമ്പലം ചുറ്റിപ്പക്ഷികളെ കൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന വലിയ നേട്ടവും ഇതുതന്നെയാണ്. 14 മുതൽ 16 സെന്റിമീറ്റർ വലിപ്പവും 25 മുതൽ 35 ഗ്രാം തൂക്കവുമാണ് ഉണ്ടാവുക. ജബ്ബാർകടവ് പാലത്തിനടിയിൽ വിവിധ സ്ഥലങ്ങളിലായാണ് കൂടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവമാഷ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Golden Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.